വെൽക്കം ടു IPL ന്യൂസ്. 18ാമത് IPL ഫൈനലിന് അരങ്ങുണർന്നു കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുന്ന മത്സരത്തിന് ഇനി മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. ആരായിരിക്കും IPL കപ്പ് ഉയർത്തുക? നമുക്കൊന്ന് അനലൈസ് ചെയ്താലും. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഇന്നത്തെ മത്സരം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയം. ഇതുവരെ IPL കപ്പ് ഉയർത്താത്ത രണ്ട് ടീമുകളാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത്: പഞ്ചാബ്, ബാംഗ്ലൂർ. ആദ്യം പഞ്ചാബിന്റെ കണക്ക് നോക്കാം. 18 IPL സീസണുകളിൽ പഞ്ചാബ് 2 പ്രാവശ്യം മാത്രമേ ഫൈനലിൽ എത്തിയിട്ടുള്ളൂ. പഞ്ചാബ് തുടക്കകാലത്ത് സംഘക്കാരുടെ ക്യാപ്റ്റൻസിയിലായിരുന്നു. അന്ന് യുവരാജ് ആയിരുന്നു പഞ്ചാബിന്റെ ഫേസ്. മലയാളി താരം ശ്രീശാന്തും പഞ്ചാബിലായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലും ഒരുപാട് ഫാൻസ് പഞ്ചാബിനുണ്ടായിരുന്നു. പക്ഷേ സംഘക്കാർക്ക് ശേഷം ഒരു ക്യാപ്റ്റനെ നിലനിർത്താൻ പഞ്ചാബിന് സാധിച്ചിട്ടില്ല. ഇത് തന്നെയായിരുന്നു പഞ്ചാബിന്റെ ഏറ്റവും വലിയ പ്രശ്നവും. 2014 ആദ്യമായി പഞ്ചാബ് IPL ഫൈനലിൽ വരുന്നത്. അന്ന് ജോർജ് ബെയ്ലി ആയിരുന്നു പഞ്ചാബിന്റെ ക്യാപ്റ്റൻ. അന്ന് പഞ്ചാബിനെ എതിരിട്ടത് KKR ആയിരുന്നു. പഞ്ചാബിനെ തോൽപ്പിച്ച് KKR ആ IPL കപ്പിൽ മുത്തമിട്ടു. പിന്നെയും പഞ്ചാബ് ഫ്രാഞ്ചൈസി ക്യാപ്റ്റന്മാരെ മാറി മാറി പരീക്ഷിച്ചു. അശ്വിൻ അടക്കം വന്നുപോയി. എന്നിട്ടും പഞ്ചാബ് ഒരു സീസണിലും വ്യക്തമായ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണ് കഴിഞ്ഞ ഓപ്ഷനിൽ KKR കപ്പ് ഉയർത്തിയ ശ്രേയസ് അയ്യർ ഓപ്ഷനിൽ എത്തുന്നത്. പഞ്ചാബിന്റെ ഏറ്റവും ഉത്തമമായ തീരുമാനമായിരുന്നു അയ്യറിനെ നേടിയത്. പഞ്ചാബിന്റെ ടീമിലേക്ക് നോക്കിയാൽ ശ്രേയസ് അയ്യർ, അക്ഷദീപ് സിംഗ്, ഈ രണ്ടുപേരും മാത്രമേ ഇന്ത്യൻ ക്യാപ് പ്ലേയേഴ്സ് ആയുള്ളൂ. ബാക്കി നോക്കിയാൽ പ്രിയനേഷ് ആര്യ, പ്രഭ് സിമ്രാൻ സിംഗ്, വധേര, ശശാങ്ക് സിംഗ്, അങ്ങനെ IPL മാത്രം കേൾക്കാറുള്ള പ്ലേയേഴ്സാണ് പഞ്ചാബിനുള്ളത്. അയ്യരുടെ ക്യാപ്റ്റൻസി മികവൊന്നുകൊണ്ട് മാത്രം പഞ്ചാബ് ഇന്ന് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. മുംബൈയെ തോൽപ്പിച്ചാണ് പഞ്ചാബ് ഫൈനൽ എത്തിയത്. ആ ആത്മവിശ്വാസവും പഞ്ചാബിന്റെ കൂടെയുണ്ട്. ബാംഗ്ലൂരിന്റെ കാര്യം എടുത്താൽ 18 IPL സീസണുകളിൽ 4 വട്ടമാണ് ബാംഗ്ലൂർ ഫൈനൽ എത്തിയിരിക്കുന്നത്. ഇതിനു മുന്നേ ബാംഗ്ലൂർ ആദ്യമായി ഫൈനൽ എത്തുന്നത് 2009 ശേഷം 2011 2016 ഫൈനലെത്തി. 2016 സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് പരാജയപ്പെട്ടു. ബാംഗ്ലൂർ എപ്പോഴെല്ലാം ഫൈനലിൽ എത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ബാംഗ്ലൂരിന്റെ പരാജയത്തിന് കാരണം എന്നും ടോപ്പ് ഓർഡറിൽ മാത്രം കളിക്കാനുള്ള പ്ലേയേഴ്സേ ബാംഗ്ലൂരിന് ഉണ്ടായിരുന്നുള്ളൂ. കോഹ്ലി, ക്രിസ് ഗെയിൽ, AB ഡിവിലിയേഴ്സ്, ഈ 3 വിക്കറ്റുകൾ പോയാൽ ബാംഗ്ലൂർ തകർന്നു എന്നാണ് അർത്ഥം. മികച്ച ബൗളേഴ്സിനെ നിലനിർത്താനും ബാംഗ്ലൂരിന് പലപ്പോഴും സാധിച്ചിട്ടില്ല. കോഹ്ലിയുടെയും ABയുടെയും ഗെയിലിന്റെയും ബാറ്റിംഗ് മികവിലൂടെ മാത്രമാണ് RCB വിജയങ്ങൾ നേടിയിട്ടുള്ളത്. പിന്നെ IPLകളിൽ കളി മറക്കുന്ന മാക്സ്വെല്ലും. എന്നാൽ ഈ വർഷത്തെ RCB അങ്ങനെയല്ല. ഒരു വൺ മാൻ ഷോ ടീമിനകത്തില്ല. എല്ലാ പ്ലേയേഴ്സും കൃത്യമായ രീതിയിൽ ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്. ഓപ്പണിംഗിൽ സോൾട്ട്, ദേവദത്ത് പടിക്കൽ, ക്യാപ്റ്റൻ പടിദാർ, ജിതേഷ് ശർമ്മ, റൊമാരിയോ ഷെപ്പേർഡ്. ബൗളിംഗിൽ വന്നാൽ ഹേസൽവുഡ്. സ്പിൻ ബോളേഴ്സിന്റെ കാര്യം എടുത്താൽ സുയേഷ് ശർമ്മ, കുർണാൽ പാണ്ഡ്യ. ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ഒരു ബാലൻസ്ഡ് ടീമാണ് ഈ സീസണിൽ ബാംഗ്ലൂരിനുള്ളത്. പല കളികളിലും വേണ്ട സമയത്ത് പ്ലേയേഴ്സ് നല്ല മികച്ച പ്രകടനം പുറത്തെടുക്കാറുമുണ്ട്. RCB 18 സീസണുകളിൽ കളിച്ചതിലെ ഏറ്റവും മികച്ച ടീമാണ് അവർക്ക് ഇപ്പോഴുള്ളത്. ഇനി ഈ സീസണിലേക്ക് വരികയാണെങ്കിൽ പഞ്ചാബും RCBയും ആദ്യം ഏറ്റുമുട്ടിയപ്പോൾ മഴ കാരണം കളി 16 ഓവറായി ചുരുക്കേണ്ടി വന്നു. ആദ്യം ബാറ്റ് ചെയ്ത RCB 95 റൺസ് മാത്രമാണ് എടുത്തത്. പഞ്ചാബ് നിഷ്പ്രയാസം ആ റൺസ് നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ പഞ്ചാബും RCBയും ആദ്യം പോരിട്ടപ്പോൾ വിജയം നേടിയത് പഞ്ചാബായിരുന്നു. സീസണിൽ 2ാം വട്ടം RCBയും പഞ്ചാബും നേരിട്ടപ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് 157 റൺസിന് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. പഞ്ചാബിനെതിരെ ബാംഗ്ലൂർ ബൗളേഴ്സിന്റെ മേൽക്കൈയായിരുന്നു ആ കളി. RCB 7 വിക്കറ്റിന് ആ മത്സരം വിജയിച്ചു. സീസണിൽ പഞ്ചാബും RCBയും വീണ്ടും ഏറ്റുമുട്ടിയത് ക്വാളിഫയർ മത്സരത്തിലായിരുന്നു. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് RCB പഞ്ചാബിന് 101 റൺസിന് എറിഞ്ഞിട്ടു. ആ മത്സരം നിഷ്പ്രയാസം RCB വിജയിക്കുകയും ചെയ്തു. ആ വിജയത്തിലൂടെയാണ് RCB ഫൈനലിലേക്ക് എത്തിയത്. സീസണിൽ 3 പ്രാവശ്യം പഞ്ചാബും RCBയും നേരിട്ടപ്പോൾ 2 പ്രാവശ്യവും വിജയം RCBക്കായിരുന്നു. 2 പ്രാവശ്യവും RCBക്ക് വിജയം നേടിക്കൊടുത്തത് അവരുടെ ബൗളിംഗ് ആയിരുന്നു. ഇന്നത്തെ കളിയിൽ ടോസ് ഒരു നിർണായക ഘടകമായിരിക്കും. ആർക്കാണോ ടോസ് കിട്ടുക അവർക്കായിരിക്കും കളിയിൽ മേൽക്കൈ ഉണ്ടാവുക. ടോസ് നേടുന്ന ടീം ബൗളിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത കൂടുതൽ. ശ്രേയസ് അയ്യരുടെ വിക്കറ്റാവും പഞ്ചാബ് നിരയിൽ നിർണായകമാവുക. അതേസമയം ബാംഗ്ലൂരിൽ കോഹ്ലിയുടെ വിക്കറ്റും ബൗളിംഗിൽ RCBയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹേസൽവുഡാണ്. തുല്യ ശക്തികളായ ഇരു ടീമുകൾ തമ്മിൽ പോരിടുമ്പോൾ ഒരു മികച്ച IPL ഫൈനൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മഴ പെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ മത്സരത്തിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ പ്രഡിക്ഷൻ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കൂ.